ഞങ്ങൾ ഊണ് കഴിക്കുമ്പോൾ വിസറി കയ്യിലുമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വായിലേക്ക് കൊതു കയറിക്കളയും എന്നൊരു സുഹൃത്ത് കത്തയച്ചു. വിനോദമാണെങ്കിലും സങ്കടമാണ് കാര്യം. വിനോദത്തിലാണ് എഴുതിയത്. ഇപ്പം ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, കാരണം മലാത്തിയോൺ തെളിച്ചുകൊണ്ട് വീട്ടിൽ പാറ്റകളൊന്നുമില്ല. അതുകൊണ്ട് കൊതു ഞങ്ങൾ എടുത്തുകൊണ്ടുമില്ല. താഴത്തെ മൂട്ടയുണ്ട്, മൂട്ട കടിച്ചു പിടിക്കുന്നതുകൊണ്ട് കൊതു എടുത്തുകൊണ്ട് പോകില്ല ഞങ്ങളെ എന്ന്. ഫലിതം ഏറെ ഉണ്ടെങ്കിലും ആ സങ്കടം മുഴുവൻ ആ കത്തിൽ ഉണ്ട്. അത്രയും മൂട്ട, കാരണം മൂട്ടയെ തിന്നുന്ന എല്ലാ പ്രാണിയും പോയി, മൂട്ട പെരുകി, കൊതുകും പെരുകി. ഇതിനെ നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളെയും നമ്മൾ കൊന്നുകളയും. അതുകൊണ്ട് പെസ്റ്റ് വെപ്പൺ ഭീകരമായ ഒരു ആയുധമാണ്. ഇതുപയോഗിച്ച് ഏത് രോഗവും വരുത്താം. പ്രകൃതിയുടെ നിയന്ത്രണത്തിൻ്റെ മേലെ നമ്മൾ കൈവച്ചുകൂടാ. കൈവച്ചോ അപകടം വരും. എവിടെ നമ്മൾ ഇടപെട്ടണം അപ്പം അപകടം വരും. അതുകൊണ്ട് ഇടപെടാതെ ഇതിനെ പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏതൊക്കെ ജീവി ഇതിനെ നശിപ്പിക്കും എന്ന് ആലോചിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുകയാണ്. ഇനി ഒരു ടോപ്പിക് കൂടി, സീഡ് കൺട്രോൾ. വിത്തുകൾ നിയന്ത്രണത്തിലാക്കുക. വിത്ത് മുഴുവൻ ഏതെങ്കിലും വേറാട്ടക്കുത്തകയുടെ കയ്യിലെത്തുക, നാട്ടുകാരുടെ കയ്യിൽ വിത്ത് ഇല്ലാതിരിക്കുക. ഇതിന് ഏറ്റവും സഹായിച്ചത് കൃഷി വകുപ്പ് തന്നെയാണ്. കുറ്റം മുഴുവൻ കൃഷി വകുപ്പിനാണ്. നാട്ടുകാരുടെ കയ്യിൽ വിത്തില്ല, വിത്ത് സൂക്ഷിക്കുന്ന തന്ത്രം അറിയില്ല, വീട്ടിൽ സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. വലിയ ഒഴിയെടുത്തു, അവിടെ എന്ത് സൂക്ഷിക്കാൻ പറ്റില്ല? വിത്ത് സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ സിമെന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാലും അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇത് വലിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് അരിസോണ എക്സ്പീരിയൻസ്. ഭൂമിക്കടിയിൽ വലിയ അറയുണ്ടാക്കിയിട്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ട് ചെടി വളർത്തിയിട്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെപ്പറ്റി അമേരിക്കാരൻ കോടികൾ ചെലവാക്കി ഒരു ഗവേഷണം നടത്തിയിരുന്നു. അതിന് പേര് അരിസോണ എക്സ്പെരിമെന്റ്സാണ്. ഇന്റർനെറ്റ് കിട്ടുന്നവർക്ക് അരിസോണ എക്സ്പെരിമെന്റ്സ് നോക്കുക. ആദ്യം ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് എന്നുള്ള ശാസ്ത്രന്മാർ തമ്മിൽ തമ്മത്തല്ലായി. എന്നിട്ട് കുറെ ആൾ ഇറങ്ങിപ്പോയി. ഏതായാലും 1 കൊല്ലം പൂർത്തിയാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് മതിയാക്കി ഇറങ്ങിപ്പോന്നു. 10 കൊല്ലത്തേക്കായിരുന്നു പ്രോജക്റ്റ്. ശാസ്ത്രന്മാർ എല്ലാത്തിൽ കയറി ഒരു 10 കൊല്ലത്തേക്ക് പുറത്തു വരരുത്. ചെടി വളർത്തുക, ചെടി വളർന്നാൽ ഓക്സിജൻ കിട്ടും, ഓക്സിജൻ കിട്ടിയാൽ എൻ്റെ കൂടെ ഭക്ഷണം ഉണ്ടാവും, അപ്പോൾ ഭക്ഷണം അതിനകത്ത് കഴിക്കുക. ഇങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ടാണ് അവർ 500 ചെടികൾ ലോകത്ത് നിർത്തുകൊണ്ട് പരീക്ഷണം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ കൃഷ്ണതുളസിയാണ്. രണ്ടാമത്തത് കറ്റാർ വാഴയാണ്, അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന ചെടി. ഇങ്ങനെ 500ഓളം ചെടികളുണ്ട് അവിടെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ ഒരു 10-15 ചെടികളെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി എടുക്കാൻ പറ്റില്ല. അതിന് ഓരോ ചെടിക്കും $500 കൊടുക്കണം. ആവില്ല. അവൻ അങ്ങനെ പൈസ കൊടുക്കേണ്ട പൈസ എൻ്റെ കയ്യിലില്ല. മറ്റെല്ലാ തരത്തിലും പറ്റിക്കുന്നുണ്ട്. വരാട്ടക്കുത്തേക്ക് അങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, കൊണ്ട് എടുത്തിട്ടില്ല. 500ഓളം ചെടികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു 10-15 ചെടികൾ എനിക്കറിയാം, ബാക്കി അത് മുമ്പേ നമ്മുടെ മാസികയിൽ അതിനെപ്പറ്റി ലേഖനം ഞാൻ എഴുതിയിരുന്നു. അരിസോണ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സിമെന്റിന്റെ പുറത്തു ഭാഗത്തെ ഓക്സിജൻ സ്വീകരിച്ച് കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യം കാർബണേറ്റായിട്ട് മാറും. അന്തരീക്ഷത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അങ്ങനെയാണ് സിമെന്റിന് ഉറപ്പ് വരിക. കാൽഷ്യം സിലിക്കേറ്റ് രണ്ടും സിലിക്കണും ഡയോക്സൈഡ് മാറും. അങ്ങനെയാണ് സിമെന്റിന് ഉറപ്പ് വരുന്നത്. കെമിക്കൽ ഉണ്ടാക്കുന്ന 800 ഡിഗ്രിയിൽ ഇത് വറുത്തിട്ടാണ്, അറിയാലോ, കൽക്കരിപ്പൊടിയും കളിമണ്ണും കുമ്മായവും ചേർത്ത് 800 ഡിഗ്രിയിൽ വറുത്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. ഈ സിമെന്റ് പ്രത്യേകത, ഇതിന്റെ പുറഭാഗത്ത് എത്ര ഓക്സിജൻ കിട്ടി കെമിക്കൽ ചേഞ്ച് വന്നാലും ഉള്ളിൽ വരില്ല. അതുകൊണ്ട് 10 കൊല്ലം കഴിഞ്ഞാലും മുറിയിൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് പഴയ ഓടിട്ട മറ്റുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നതും കോൺക്രീറ്റ് മുറിയിൽ കിടന്നുറങ്ങുന്ന തമ്മിലുള്ള വ്യത്യാസം. ആ മറ്റുള്ള വീട്ടിനകത്ത് നിങ്ങൾക്ക് വിത്ത് സൂക്ഷിച്ചാൽ വിത്ത് മുളച്ച് കിട്ടും. 10ആയ പുരയിൽ വിത്ത് സൂക്ഷിച്ചാൽ വിത്ത് മുളച്ച് കിട്ടും. അപ്പോൾ നമ്മളിനിപ്പോൾ വീട്ടിൽ വിത്ത് മുളക്കാൻ കോൺക്രീറ്റ് മുറി എടുത്തുപോയി. ഇനിയിപ്പോൾ എന്താ വഴി? മരം കൊണ്ട് പെട്ടി ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കേണ്ടി വരും. നിങ്ങൾ കോൺക്രീറ്റ് വീട്ടിനകത്ത്, ഇതുപോലത്തെ വീട്ടിനകത്ത് മേലെ ബാറിട്ടിട്ട് വെള്ളരിക്ക തൂക്കിയാൽ 2 ആഴ്ച കഴിയുമ്പോൾ വെള്ളരിക്ക കിട്ടും. എത്ര ഓർഗാനിക് വെള്ളരിക്കയാലും വേണ്ടില്ല. സാധാരണ മത്തിൽ തൂക്കിയാൽ 1 കൊല്ലം കഴിഞ്ഞാലും പോവില്ല. അപ്പോൾ ഇതിനെ കാര്യം മനസ്സിലാവുമല്ലോ. കുമ്പളങ്ങ തൂക്കിയാൽ കുമ്പളങ്ങ നശിച്ചു പോകുന്നുണ്ട്. ഇത് അനുഭവത്തിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് കോൺക്രീറ്റിന്, സിമെന്റിന് വിത്തിന്റെ പരാഗണ ശേഷി നശിപ്പിക്കാൻ, അതിൻ്റെ ഫെർട്ടിലിറ്റി, അങ്കുരണ ശേഷികൾ നശിപ്പിക്കാൻ കഴിവുണ്ട് എന്നതാണ് അനുഭവം. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് വെക്കുമ്പോൾ തന്നെ വിത്തുകൾക്ക് പുതിയ മാതൃക നമ്മൾ ഇനിയും കണ്ടെത്തണം. ചുരങ്ങയുടെ തൊണ്ട് വേണം, ചുരക്ക നടണം, ആ തൊണ്ടിൽ വിത്ത് സൂക്ഷിക്കണം. വിത്ത് സൂക്ഷിച്ചാൽ വിത്തിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടില്ല. നാടൻ വിത്തുകൾ വേണം. നമ്മുടെ 19,000 നെല്ല് വിത്ത് സ്വാമിനാഥൻ റോക്കല്ലർ ഫൗണ്ടേഷന് കൊടുത്തു. റിച്ചാറിയ ആയിരുന്നു 19,000 നെല്ല് വിത്ത് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സൂക്ഷിച്ചത് കട്ടക്കിൽ ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.
IRRI. അതില് 19,000 നെല്ല് വിത്ത് ഉണ്ടായിരുന്നു. ഈ നെല്ല് വിത്ത് ഉപയോഗിച്ച് റിച്ചാറിയ എന്ന ഇന്ത്യൻ സയന്റിസ്റ്റ് 19,000 ആദിവാസികൾക്ക് കൊടുത്തു സംരക്ഷിക്കാൻ. എല്ലാ കൊല്ലവും അവർക്ക് കൊടുക്കും. നെല്ല് വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക ഇന്ത്യ ഗവൺമെന്റ് റിച്ചാറിയക്ക് കൊടുക്കും. റിച്ചാറിയ ഓരോ വിത്തും സംരക്ഷിക്കുന്നവന് ഇതിന്റെ കൂലി കൊടുക്കും. അത് കൃഷി ചെയ്ത് പുതിയ വിത്താക്കിയിട്ട് കൊടുക്കണം എല്ലാ കൊല്ലവും. 19,000 ആദിവാസി കുടുംബങ്ങളാണ് ഈ ഒറ്റ പ്രോജക്ട് കൊണ്ട് ജീവിച്ചത്. ബാക്കി എല്ലാവർക്കും എടുക്കാം. ഇവർ കുറച്ച് വിത്തേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1 കിലോ 2 കിലോ കണക്കെനിക്ക് അറിഞ്ഞൂടാ, കൊടുക്കും. അത് ഉപയോഗിച്ച് കുറെ നെല്ലുണ്ടാക്കും. ബാക്കി നെല്ല് അവർക്ക് ഉപയോഗിക്കാം. ഇവർ കൊടുത്ത അത്രയും നെല്ല്, നല്ല നെല്ല്, ഒരു തുരുമ്പ് പോലും ഇല്ലാത്തത്, 1 കിലോ പഴയ ഒരു സേറ് കൃത്യമായിട്ട് കിട്ടണം. വ്യാപ്തവും തൂക്കും എല്ലാം നോക്കും. അത് അവർ വാങ്ങി വെക്കും. എന്നിട്ട് ഇതിന്റെ കൃഷി ചെയ്തതിന്റെ കൂലിയും കൊടുക്കും. അവരാണ് ക്ലോണിങ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഒരു കൃഷിക്കാരൻ ആദിവാസി ഇത് കൃഷി ചെയ്തപ്പോൾ വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ മുങ്ങിപ്പോയി, നെല്ലൊക്കെ നശിച്ചു, സങ്കടമായി. ഒന്ന് നെല്ല് നഷ്ടപ്പെട്ടു, രണ്ടാമത് പൈസയും കിട്ടൂലല്ലോ. അപ്പോഴാണ് അവിടെയുള്ള കൂനയായ മണ്ണിന്റെ മേലെ ഓരോന്ന് മുളച്ചു വന്നത് നല്ല ശേഷിയോട്. വെള്ളപ്പൊക്കം വന്നതല്ലേ, എക്കരൊക്കെ വന്നതല്ലേ, നല്ല ശേഷിയോട് 10ഉം 20ഉം ചെനപ്പുകളായിട്ട് വന്നു. ആദിവാസി ഒരു സൂത്രം പ്രയോഗിച്ചു, ഇതങ്ങനെ പറിച്ചെടുത്തു. ചെനപ്പുകളൊക്കെ പൊട്ടിച്ച് മണ്ണ് നന്നായി ഉഴുത് എല്ലാം വെവ്വേറെ വെച്ചു. വയൽ മുഴുവൻ നെല്ല്. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന് നെല്ല് മുഴുവൻ നശിച്ചുപോയി. റിച്ചാറിക്ക് കത്തുവന്ന് റിച്ചാറി നോക്കുമ്പോൾ വയൽ മുഴുവൻ നെല്ല്. നീ എന്ത് ചെയ്തു? ഇതെങ്ങനെ എനിക്കുണ്ടായി? ഇതെല്ലാം നശിച്ചുപോയി. നെല്ല് വേറെ വല്ല വിത്ത് ആണോ? അല്ല, ഞാൻ ഇങ്ങനെയാ ചെയ്തത്. തെറ്റായിപ്പോയോ? ഗുണം കുറഞ്ഞു? ഗുണമില്ല. ഇതൊരു പുതിയ വിദ്യ, ലോകത്തിലേടെയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വിദ്യ. ഇതിനാണ് ക്ലോണിംഗ് എന്നാണ് പറയേണ്ടത്. ഇത് ക്ലോൺസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നുകൊണ്ട് റിച്ചാറിയ ഇയാളെ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ ഈ ആദിവാസിയെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിച്ചു. ക്ലോണിംഗ് എന്താണെന്ന് ഇയാൾ ചെയ്തൊക്കെ പറഞ്ഞു കൊടുത്തു. ചെയ്ത് പറയാൻ മടിയില്ലല്ലോ, പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു റിസർച്ച് സയന്റിസ്റ്റിന് കൊടുക്കുന്ന പൈസയും കൊടുത്തു. ഇയാൾക്ക് ക്ലാസ് എടുക്കുന്ന റിസർച്ച് സെന്റർ അല്ലേ, പൈസയും കൊടുത്ത് രാജകീയമായി വിമാനത്തിൽ എത്തിച്ചു. ഈ ആദിവാസി നാട്ടിൽ മുഴുവൻ വന്ന് വിമാനത്തിൽ കയറിയ സന്തോഷം, അവിടെ കിട്ടിയ സ്വീകരണത്തിന്റെ സന്തോഷം മുഴുവൻ പറഞ്ഞു. റിച്ചാറിയ അവർക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് എത്രയോ ടൺ വെടിമരുന്ന് ഉണ്ടായിക്കൊടുത്ത്, യുദ്ധവിമാനം ഉണ്ടായിക്കൊടുത്ത് പൈസ കുമിഞ്ഞു കൂടി. ഇനി ഈ പൈസ കൊണ്ട് എന്ത് വേണമെന്നുള്ള അമ്പരപ്പിൽ നിന്ന് റോക്കലർ ഫൗണ്ടേഷന് വഴി പറഞ്ഞു കൊടുത്തു. ഉടനെ വിത്തുകൾ കയ്യിലാക്കുക. ഭാവിയിലെ ഏറ്റവും വലിയ കച്ചവടം നടക്കാൻ വന്നത് വിത്തിലായിരിക്കും. ലോകത്തിലെ വിത്ത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ വരണം. അപ്പോൾ ഏത് വിത്ത് വേണം? ആദ്യം കയറക്കണം നെല്ലിൻ്റെ വിത്താണ്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്ഷിക്കുന്നത് അരിയാണ്. നെല്ല് വിത്ത് കയ്യിലാക്കും. അങ്ങനെ വിത്തുകളെല്ലാം കയ്യിലെടുക്കും. അതിനുവേണ്ടി അവർ ഒരു സ്ഥാപനം ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ നെല്ല് വിത്തുള്ള രാജ്യത്തിലെ ഉണ്ടാക്കിയത് ഫിലിപ്പീൻസിൽ. 6000 ദ്വീപുകളാണ് ഫിലിപ്പീൻസ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനാക്കി പേര് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അത് IRRI തന്നെയാണ്. ഫിലിപ്പീൻസിലുള്ള ഭരണകൂടം പട്ടാള വിപ്ലവത്തിലൂടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വെടിവെച്ച് കൊന്ന് അധികാരത്തിൽ വന്ന ആളാണ്. അയാളുടെ പേര് രമൺ മാഗ്സസെ എന്നാണ്. അയാളെ സ്മാരകമായിട്ട് അമേരിക്കാരൻ കൊടുക്കുന്ന അവാർഡാണ് ഏത്? മാഗ്സസെ അവാർഡ്. അതുകൊണ്ട് ആ അവാർഡിന്റെ പിന്നിൽ ഇങ്ങനെ ചോര പുരണ്ട ഒരു ചരിത്രവും കൂടി ഉണ്ട്. അവർ ആദ്യം ഇറക്കിയ വിത്താണ് തൈനാൻ 3 എന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്നു, വ്യാപകമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നെല്ലിൻ്റെ മേലെ കതിരിന്ന് വീഴണമെങ്കിൽ ഒരു കട്ടിംഗ് ബ്ലർ വേണം, ഓരോ നെന്മണിയായിട്ട് പിടിച്ച് വർത്തെടുക്കണം. അതുകൊണ്ട് ഉപേക്ഷിച്ചപ്പോൾ ഉടനെ കാർഷിക കോളേജുകാർ പറഞ്ഞു ഇതിൽ ഇങ്ങനെ കുഴപ്പമുണ്ട്. ടൈച്ചിങ് നെറ്റീവ് നിന്ന് അടുത്ത വിത്ത് വന്നു. ഈ അടുത്ത വിത്ത് വന്നപ്പോൾ അന്നത്തെ കാർട്ടൂൺ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അരവിന്ദൻ മാതൃഭൂമിയിൽ ചെറിയ മനുഷ്യനും വലിയ ലോകത്തിലും വരച്ചു വെച്ചു. അന്ന് ചെമ്മീൻ സിനിമ ഇറങ്ങിയ ഉടനെ വല നിറയെ തൈനാണ്ടായോ 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 എന്ന് പാട്ടോടുകൂടി ഇത് തന്നെ പാട്ട്. പണ്ട് ചക്കന്നെ മോരം എനിക്ക് വേണ്ടെന്ന് ആരോ പറഞ്ഞിരുന്നു. അത്രയും വീട്ടിലെല്ലാ വിഭവവും ചക്ക കൊണ്ട് തന്നെ എലിശ്ശേരി, ചക്ക കൊണ്ട് തന്നെ പുഴുക്ക്, ചക്ക കൊണ്ട് തന്നെ പുളിങ്കറി എല്ലാം കഴിഞ്ഞപ്പോൾ മോര് വേണമെന്ന് വെച്ചു. ചക്ക തന്നെ മോരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയി. അതുമാതിരി സർവത്തിലും വന്ന് തൈനാൻ മാത്രമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട്. അന്ന് ഓട്ടംതുള്ളലും കഥകളിയും സിനിമയും നാടും എല്ലാം എന്താണ് കഥാപ്രസംഗം കേൾക്കാൻ പോയാൽ ഇത് മാത്രം. അപ്പോഴാണ് അരവിന്ദന് രോഷം സഹിക്കാൻ കഴിയാതെ എന്ത് പറഞ്ഞത്? വല നിറയെ തൈനാൻ തായോ എന്ന് പാട്ട് തരാം. ഈ കാലത്ത് ടൈച്ചിങ് നേറ്റീവ് നിന്ന് അടുത്ത നെല്ല് വന്നു. ഇത് വന്നപ്പോൾ അതിനേക്കാൾ തമാശ ഫിലിപ്പീൻസിലെ നെല്ല. അവർ ചോറുണ്ടാക്കുന്ന നമ്മളെപ്പോലെയല്ല, മുളയുടെ കുറ്റിയിലാണ്, പുട്ടുകുറ്റിയിലാണ്. പച്ചരി അല്പം ഉപ്പുവെള്ളത്തിൽ പുതിർത്തിട്ട് അതിനകത്ത് നിറച്ചു വയ്ക്കും. കുറ്റി നടുക്കെ കൂടി പളർന്നതായിരിക്കും. 2 കഷ്ണമാണ്, ഒരു കയറുകൊണ്ട് കെട്ടുക. എന്നിട്ട് ഇത് ആവിക്കും. വേവിച്ചാൽ ഇത് ആകെ കൂടി ഒരു ഉണ്ടയായിരിക്കും. പച്ചരിയല്ലേ, നല്ല പശയുള്ള പച്ചരി, ആ കൂടി വലിയ സാധനം. ഇത് പുട്ടുപോലെ ഇതും ഒരു പച്ചമുളകും കൂട്ടിയിട്ട് അവരെ തീറ്റ ഊണ്.
ദൂരം നിർത്തി വെക്കും, അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചവച്ചിലങ്ങ് തിന്നു വരും. നമുക്കൊന്നും അത്